കരുണയുടെ അവസാന മണിക്കൂർ 95. സഭയുടെ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള പ്രവചനം. ഉടൻ തന്നെ നടക്കാനിരിക്കുന്ന സഭയുടെയും വിശ്വാസത്തിൻ്റെയും ശുദ്ധീകരണത്തെക്കുറിച്ച് എൻ്റെ പുത്രൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എതിർ ക്രിസ്തു ഇതാ വരുന്നു, എന്നാൽ ഭയപ്പെടരുത്. കാരണം നിങ്ങളുടെ ഭയം അവനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നിഷേധ ചിന്തകൾ ഉണ്ടാകുമ്പോൾ, ഭയം തോന്നുമ്പോൾ, ആകുലതകൾ ഉയരുമ്പോൾ ഒക്കെ എൻ്റെ അടുക്കലേക്കും എൻ്റെ പുത്രൻ്റെ അടുക്കലേക്കും തിരിയുക. അനേകർ ഇതാ വഞ്ചിക്കപ്പെടാൻ പോകുന്നു. എൻ്റെ മക്കളെ, എൻ്റെ വാക്കുകൾ ഗൗരവമായിട്ട് എടുക്കുക. നിങ്ങൾ സ്വയം ആയുധമണിയേണ്ട കാലം ഇതാ തൊട്ടു മുൻപിൽ എത്തിയിരിക്കുന്നു. എൻ്റെ കുഞ്ഞെ, വെള്ളപ്പൊക്കം സംഭവിക്കാനിരിക്കുന്നു. അതെല്ലായിടത്തും സംഭവിക്കും. വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് നിങ്ങളുടെ സഹോദരർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. പരിഹാരം ചെയ്യുകയും അന്തിമ യുദ്ധത്തിനായി ഒരുങ്ങുകയും ചെയ്യുക. നിങ്ങളുടെ പ്രവചന വരങ്ങൾ അനേകരുടെ രക്ഷയ്ക്ക് ഉപകരിക്കും. എല്ലാ കാര്യത്തിലും സത്യം മാത്രം പറയുക. കേൾക്കാൻ താല്പര്യമില്ലാത്തവരോടും സത്യം വിളിച്ചു പറയുക. അതിന് ധൈര്യം ആവശ്യമാണ്. ലോകം ഇനിയൊരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല. നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ട. കാരണം സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങളുടെ കാലത്തിന് ശേഷം പിന്നെ സഹനം ഉണ്ടാകില്ല. അവശേഷിക്കുന്നത് ഒരു പുതിയ ലോകമായിരിക്കും. എൻ്റെ മക്കളെ, ഒരു വലിയ അപകടം നിങ്ങളെ കാത്തിരിക്കുന്നു. എളിമപ്പെട്ട് അനുതപിക്കുന്നില്ലെങ്കിൽ ലോകം നശിക്കുക തന്നെ ചെയ്യും. ലോകം സംക്ഷോഭങ്ങളിലേക്ക് മുങ്ങിത്താഴുന്നു. വിദ്വേഷത്തിലും കോപത്തിലും ഭൗതിക വസ്തുക്കളോടുള്ള ക്രമരഹിതമായ താല്പര്യത്തിലും അത് മുങ്ങിത്താഴുന്നു. എൻ്റെ മക്കളെ, തിരിച്ചു വരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇപ്പോഴും സമയം വൈകിയിട്ടില്ല. തിന്മ ഇപ്പോഴും ഒഴിവാക്കാൻ കഴിയും. കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുന്നു. അവ തുടരുകയും ചെയ്യും. അതിൻ്റെ വ്യാപ്തിയോ തീവ്രതയോ നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ പോലും സാധിക്കില്ല. വായുപ്രവാഹത്താലുള്ള കൊടുങ്കാറ്റുകൾ, ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ, ദുരിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ, നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ളവയാണ് വരാനിരിക്കുന്നത്. ഈ പോരാട്ടത്തിൽ നിങ്ങളുടെ ആയുധം പ്രാർത്ഥനയാണ്. ദുഷ്ടശക്തികൾക്കെതിരെ പോരാടാൻ എല്ലാവരും സജ്ജരാകുന്നതിനായി പരസ്പരം സഹായിക്കുക. അന്യോന്യം സംസാരിക്കുക. നിങ്ങളുടെ ചിന്തകൾ നിർമ്മലമായും വാക്കുകൾ സത്യമായും സൂക്ഷിക്കുക. എന്തെന്നാൽ ഇപ്പോൾ മനുഷ്യവംശം അന്ധകാരത്തിൻ്റെ മണിക്കൂറിലാണ്. നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്ന മൃഗമാണ് യഥാർത്ഥ പ്രതിയോഗി. നീതിമാന്മാർക്കും സത്യവിശ്വാസികൾക്കും മാത്രമേ അവനെ ശരിക്കും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നുണ, ദുഷ്ടത, പരദൂഷണം, വഴിവിട്ട പ്രവൃത്തികൾ, വഞ്ചന, ചതി, സൽപ്പേര് നഷ്ടപ്പെടുത്തൽ, ഇതൊക്കെയാണ് അവൻ്റെ രീതികൾ. അവൻ സ്വഭാവത്തിൽ തന്നെ വ്യാജനുമാണ്. അധർമ്മം തിരിച്ചറിയാൻ കഴിയുന്നത് വിശുദ്ധമായ ഹൃദയങ്ങൾക്ക് മാത്രമാണ്. അതേസമയം മറ്റനേകം പേർ വഞ്ചിക്കപ്പെടുകയും കബളിപ്പിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സത്യമറിയാനും സത്യം ജീവിക്കാനും നിങ്ങളുടെ സഹോദരരെ പരിശീലിപ്പിക്കുക. എൻ്റെ മക്കളെ, നിരാശപ്പെടരുത്. ഒരിക്കലും നിരാശപ്പെടരുത്. സഹായത്തിനായി അപേക്ഷിക്കുക, ചോദിക്കുക. നിങ്ങൾക്ക് സമർത്ഥമായി നൽകപ്പെടും. നിങ്ങൾക്കോരോരുത്തർക്കും ആവശ്യത്തിലധികം പീഡനങ്ങൾ ഉണ്ട്. ഞാൻ നിങ്ങളെ ഒരുക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളെ പരിഭ്രാന്തരാക്കും എന്നെനിക്കറിയാം. എങ്കിലും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നതും എൻ്റെ ജോലിയാണല്ലോ. ഞാൻ പ്രവാചകന്മാരുടെ രാജ്ഞിയാണ്. ഞാൻ സമാധാനത്തിൻ്റെ രാജ്ഞിയാണ്. ഞാൻ നിങ്ങളുടെ, ക്രിസ്ത്യാനികളുടെ എല്ലാം അമ്മയുമാണ്. എൻ്റെ മക്കൾ അറിവുള്ളവരായിരിക്കണം എന്നതിനാൽ ഞാൻ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മക്കൾ ഒരിക്കലും അന്ധകാരത്തിലേക്ക് ഓടിച്ചെല്ലരുത്. പിശാച് മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മക്കൾ അവനെ തിരിച്ചറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് അന്ധകാരത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തരേണ്ടിയിരിക്കുന്നു. എൻ്റെ മക്കൾ സ്നേഹത്തിൻ്റെ മക്കളാണ്. കഠിനമായ കാലാവസ്ഥയെക്കുറിച്ചും രൂക്ഷമായ ക്ഷാമത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചും ദാഹം മൂലമുള്ള മരണത്തെക്കുറിച്ചും എൻ്റെ മക്കൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് ആവശ്യമായിരിക്കുന്നു. എന്നാൽ എൻ്റെ മുന്നറിയിപ്പുകൾ സ്വീകരിക്കപ്പെടുന്നില്ല. ചുരുക്കം ചിലർ മാത്രം എൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് യുദ്ധത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഇതാ, യുദ്ധം വ്യാപിക്കുന്നതിൻ്റെ തൊട്ടരികിലാണ് നിങ്ങൾ. ജാഗ്രതയായിരിക്കുക. എൻ്റെ മക്കളെ, മുന്നറിയിപ്പുകൾ സ്വീകരിക്കുകയും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. വെറുപ്പുകൊണ്ട് ലോകത്തെവിടെയുമുള്ള നിങ്ങളുടെ സഹോദരരെ വിധിക്കരുത്. അവരെ അന്യരായി കാണുകയും അരുത്. എന്തെന്നാൽ നിങ്ങളെല്ലാവരും ഒന്നാണ്. ഒരേ മാനവവംശം, ഒരേ കുടുംബം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ മനുഷ്യർ അനുതപിക്കുകയും തങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ പിതാവ് മനുഷ്യവംശം മുഴുവൻ്റെ മേലും അതിഭീകരമായ ഒരു ശിക്ഷ അയക്കും. ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങുകയും അത് ദുഷ്ടരും ശിഷ്ടരും അടക്കം മനുഷ്യവർഗത്തിൻ്റെ നല്ലൊരു ഭാഗത്തെ തുടച്ചു നീക്കുകയും ചെയ്യും.
ദൈവത്തിന് പ്രതിഷ്ഠിതരായ ആത്മാക്കൾക്കെതിരെ പൈശാചിക രൂപികൾ പ്രവർത്തിക്കും. അനേകം ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകും എന്ന ചിന്തയാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. ഇനിയും പാപങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ പിന്നെ അതിന് മോചനം ഉണ്ടാവുകയില്ല. ജപമാല പ്രാർത്ഥന കൂടുതലായി ചൊല്ലുക. ആസന്നമായിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് നിങ്ങളെ ഇപ്പോഴും രക്ഷിക്കാൻ കഴിവുള്ള വ്യക്തി ഞാൻ മാത്രമാണ്. ഇന്ന് ആരും സഭയിലെ തിരുനാളുകൾക്കോ കടപ്പെട്ട ദിവസങ്ങൾക്കോ ഒരു വിലയും കൊടുക്കുന്നില്ല. എല്ലാവരും ലോകത്തിലെ വിവിധങ്ങളായ ഉത്സവങ്ങളെക്കുറിച്ച് കേൾക്കുന്നതിൽ മാത്രം സന്തോഷിക്കുന്നു.